അഗത്തിദ്വീപ് കുഴലിനോട് അബൂബക്കർ എന്ന ഞാൻ 71 വയസ്സ് പ്രായമുള്ള ഞാൻ. ഒന്നുകൂടി പറഞ്ഞേ. അഗത്തിദ്വീപ് കുഴലിനോട് അബൂബക്കർ എന്ന ഞാൻ 71 വയസ്സ് പ്രായമുള്ള ഞാൻ. മനസ്സിലായി. ആ കുഴിയിൽ കിടന്ന് നെഞ്ചത്തടിച്ച് ഓടിവായേ എന്ന് നിലവിളിച്ച ആളല്ലേ? എന്നിട്ട് അറിയാവുന്ന ചരിത്രം നിങ്ങളിലേക്ക് പങ്കുവെക്കുന്നു. കണ്ണൂർ അറക്കൽ ബീവിയാണ് ഈ ലക്ഷദ്വീപിന്റെ ഭരണാധികാരി. അങ്ങനെയല്ലല്ലോ നമ്മൾ കേട്ടതും പഠിച്ചതും ഒക്കെ മിനിക്കോയി, അഗത്തി, കവരത്തി, കൽപ്പേനി, ആന്ധ്രോ തുടങ്ങിയ ദ്വീപുകളാണ്. വടക്കൻ ദ്വീപൊക്കെ ലക്ഷദ്വീപ് പെട്ട തന്നെയല്ലേ? അല്ല, മറ്റ് ദ്വീപുകളൊക്കെ അറക്കൽ ബീവി ഭരിച്ചതാണോ? അല്ല, അറക്കൽ ബീവി അല്ലെങ്കിലും ഭരണം നടത്തിയതാണോ അതല്ല അധിനിവേശം നടത്തിയതാണോ? എന്താണ്? പെരുമാള് ഒരു പായക്കപ്പലിൽ ലോകം ചുറ്റി സഞ്ചരിച്ച്. എന്തോ? ചേരമാൻ പെരുമാൾ പായക്കപ്പലിൽ ലോകം ചുറ്റി സഞ്ചരിച്ചെന്നോ? ഇബ്നു ബത്തൂത്ത, അതുപോലെ തന്നെ അൽബിറൂനി, പിന്നെ വാസ്കോഡി ഗാമ എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ഏതായാലും അവരൊക്കെ പേരാണ് കേൾക്കുന്നത്. പക്ഷേ ഈ പറയുന്ന ചേരമാൻ പെരുമാൾ പായക്കപ്പലിൽ ലോകം ചുറ്റി സഞ്ചരിച്ചു എന്നൊക്കെ പറയുന്നത് ഇത് ആദ്യമായിട്ട് കേൾക്കുകയാണ്. എന്നിട്ട് കൊഞ്ചം തമിഴിൽ പേശിയാലും കുഴപ്പമില്ല. ചന്ദ്രൻ അടിയിൽ പിളർന്ന ഒരു ചരിത്രവുമായി അയാൾ മക്കയിലേക്ക് പോയി. ഇവിടെന്നോ? എന്തൊക്കെയാ ഈ കേൾക്കുന്നത്? ഇവിടെ നിന്നല്ലല്ലോ പോയത്. അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ നിന്നല്ലേ ചന്ദ്രൻ പിളർന്നത് കാണുന്നത്. കൊട്ടാരത്തിലോ അല്ലെങ്കിൽ അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് വെച്ചിട്ടല്ലേ കാണുന്നത്. എന്നിട്ടല്ലേ അത് അന്വേഷിക്കാൻ വേണ്ടി അദ്ദേഹം പോയത്. അദ്ദേഹത്തെ തിരക്കിപ്പോയവർ ആരെങ്കിലും ഇവിടെ എത്തിപ്പെട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തെ തിരക്കിപ്പോയവർ തന്നെ പെരുമൾപ്പാറിൽ അവരുടെ സഞ്ചരിച്ച വാഹനം ഇടിച്ചെന്നോ അത് പൊളിഞ്ഞെന്നൊക്കെ പറയുന്നത് കേൾക്കുന്നു. ഏതായാലും തിണ്ണകരയിൽ നിന്ന് മക്കയിലേക്ക് പോയി എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്ത തള്ളായിപ്പോയി. ഏത് ചരിത്രത്തിൽ നിന്നാണാവോ ഇതൊക്കെ കണ്ടുപിടിച്ചതെന്നറിയില്ല. ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു തള്ളു കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. അറക്കൽ ബീവിയാണ് ഈ ഭൂമി ഞങ്ങൾക്ക് ഭാഗിച്ചത്. ശരിക്കും അങ്ങനെയാണോ? അങ്ങനെയല്ലല്ലോ ചരിത്രം. അവരുടെ ഭണ്ഡാര ലിസ്റ്റിലുള്ള കൃഷിഭൂമി അവർ തന്നെ എടുക്കുകയല്ലേ ചെയ്തു. ചരിത്രം വ്യഭിചരിച്ച് ആരോടോ ഉള്ള പക തീർക്കുമ്പോൾ ചരിത്ര കുതികികളും പിൻതലമുറക്കാരായ പഠിതാക്കളും തെറ്റിദ്ധരിക്കുന്ന രീതി പുറത്തുനിന്ന് വരുന്നവരോട് പറഞ്ഞാൽ ഉള്ള ചോറും ചക്കയിലൊട്ടി എന്ന പോലെ എസ്റ്റിയും നഷ്ടപ്പെടുത്തണം. പുറത്തുനിന്ന് വരുന്നവരോട് പറയാൻ എത്ര ദ്വീപുകഥകളുണ്ട്. ദ്വീപിൻ്റെ പൈതൃകവും സംസ്കാരവും ഉൾക്കൊള്ളുന്ന കഠിനാധ്വാനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ചരിതം. കപ്പലോട്ടം, മീൻപിടുത്തം, തെങ്ങുകയറ്റം, അധിനിവേശ ചെറുത്തുനിൽപ്പ്, ഉപ്പുകാറ്റിൽ അരിഞ്ഞു ചേർന്ന വിയർപ്പിൻ്റെയും മഹാമാരിയുടെയും പ്രകൃതിക്ഷോഭങ്ങൾ, അങ്ങനെ പറഞ്ഞാൽ തീരാത്ത കഥകൾ. ഞങ്ങൾക്ക് ഇതുകൊണ്ട് എന്ത് നേട്ടം? ഞങ്ങളുടെ ബോട്ട് വിളിക്കുന്നില്ല, ബോട്ട് വരുന്നില്ല, ഞങ്ങളുടെ പണിക്കാരും അവിടെ ഇല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് ഗുണമാണ്? ഒരു പുരോഗമനം ഇതുകൊണ്ട് ഞങ്ങൾക്കില്ല. ഒരു പുരോഗതിയും വേണ്ട, ഒരു പണവും വേണ്ട. ഞങ്ങളുടെ പൈതൃകം, തനതായ പൈതൃകം, സംസ്കാരം അത് നിലനിൽക്കണം. അതാണ് ഞങ്ങൾക്ക് വേണ്ടതെന്ന് അവരോട് അബൂബക്കർ കുളനിനോട് 71 വയസ്സ് അവരോട് പറഞ്ഞു കൊടുക്കൂ.